ഹല്ലേലൂയ. നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, പ്രതികൂലങ്ങൾ മാറി, എൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ മാറി, എനിക്ക് മുമ്പോട്ട് വാഗ്ദത്തത്തിലേക്കൊന്ന് ചലിക്കുവാൻ എന്നെ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും അവിടെ നിന്ന് മാറിയിട്ട് നാം സുരക്ഷിതരായി മുമ്പോട്ട് പോകുവാനാണ് നാം എപ്പോഴും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ യോർദാൻ എന്ന് പറയുന്ന വലിയ ശക്തി, അവരതിനെ കാണുന്നത് കൊയ്ത്തുകാലത്തത് അതിൻ്റെ മുഴുവലത്തോടെ തീരം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ തീരം കവിഞ്ഞൊഴുകുന്ന സീസണിലാണ് പെട്ടകവുമായി പുരോഹിതന്മാർ അതിനിടയ്ക്കിലേക്ക് വരുമ്പോൾ യോർദാൻ അവരുടെ മുന്നിൽ പിൻവാങ്ങി. ഉണങ്ങിയ നിലത്തൂടെ യഹോവയായ ദൈവം അവരെ മറുകരയിലേക്ക് കയറ്റി. നമുക്കൊത്തിരി സന്തോഷമാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി മാറിയിട്ട് നമ്മൾ ഈസിയായി ദൈവം തുറന്നൊരു വഴിയിൽ കൂടെ മറുകരയിലേക്ക് കയറുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ മറുകര കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ യോർദാൻ പഴയ സ്ഥലത്ത് തന്നെ വന്നു. അതിൻ്റെ പഴയ അനുഭവം തന്നെ അവിടെ വെളിപ്പെട്ടു. അതതിൻ്റെ സ്ഥലത്ത് തിരിച്ചു വരിക മാത്രമല്ല, അത് വീണ്ടും തീരം കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് വേണ്ടി മാത്രം തുറക്കപ്പെട്ട ഒരു വാതിൽ, നിനക്ക് വേണ്ടി മാത്രം ഒരുക്കുന്നൊരു വഴി. എന്നാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞൊരു വചനമുണ്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അതിനെ തുറന്നു പറഞ്ഞ്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അപ്പം ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്, നിങ്ങളുടെ മുമ്പിൽ ആ യെരിഹോവിൻ്റെ മതിൽ ഇടിയാനല്ല, മറിച്ച് അതവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ മറികടക്കുവാൻ ഒരു ദൈവശക്തി എൻ്റെ മേൽ കർത്താവെ നീ കൈമാറണം. എൻ്റെ മേൽ കർത്താവെ നീ കൈമാറണം. എൻ്റെ മേൽ കർത്താവെ നീ കൈമാറണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്കറിയാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയാ മതിലുകൾ ഉയർത്തിക്കെട്ടുന്നത്. മതിലുകൾ ഉയർത്തിക്കെട്ടുമ്പോൾ നമുക്കറിയാം നാം സുരക്ഷിതരായിരിക്കും. ശത്രു നമ്മളെ ആക്രമിക്കുവാൻ ഇടവരത്തില്ല. നാം ആ മതിലിൻ്റെ അകത്ത് സേഫായിരിക്കും. ഞാൻ ദാവീദ് പറയുക, എൻ്റെ മുമ്പിൽ ഒരു മതിൽ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ മുമ്പിൽ ഒരു വേലി ഞാൻ കാണുന്നുണ്ട്, എൻ്റെ മുമ്പിൽ ഒരു തടസ്സം ഞാൻ കാണുന്നുണ്ട്. ആ മതില് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ഞാൻ എന്ത് ചെയ്യരുത്? ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകരുത്. ഞാൻ ഈ ദൂത് പറയുമ്പോൾ പലരുടെയും മുമ്പിൽ പിശാചില മതിലുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. നീ ഇതുവരെ വരാവൂ, നീ ഇതിനപ്പുറത്തേക്ക് പോകണ്ട, നീ ഇവിടെ നിന്നാൽ മതി, നീ ഇത്രയും അനുവദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പിശാച് ചില മതിലുകൾ വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ എബേസിൻ്റെ പ്രാർത്ഥന നമ്മുടെ അധരങ്ങൾ എടുക്കുന്നത്. കർത്താവേ, നിശ്ചയമായും നീ എൻ്റെ അതിരിനെ ഒന്ന് വിശാലമാക്കണം. വിശാലമാക്കി ദൈവം തരും. അതിനാ കർത്താവേ, നീ എന്നോട് കൂടെ ഒന്ന് ഇരിക്കണം. അപ്പൊ ഞാൻ ഇന്ന് പകൽ ആവർത്തിച്ച് പറയാം, മുമ്പിൽ പിശാച് വെച്ചിരിക്കുന്ന ആ മതില് ഒരിക്കലും നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് നീ അവിടെ വരെ വന്നാ മതി. പക്ഷെ സങ്കീർത്തനങ്ങളിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രകാരമാ, എൻ്റെ ദൈവത്താൽ ഞാൻ ആ മതില് ചാടിക്കടക്കും. ഞാൻ ആവർത്തിച്ച് പറയാൻ പ്രിയപ്പെട്ടവരെ, യോസഫിനെ കുറിച്ച് പറയുന്നത്, അവൻ ഫലപ്രദമായ വൃക്ഷം, അവൻ മതിലിൻ്റെ മുകളിൽ പടർന്നു. പിശാച് പറഞ്ഞു, മതി, നീ ഇത്രയും വന്നാ മതി. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇന്ന് നിങ്ങൾ കാണുന്ന പല തടസ്സങ്ങളും നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും. മനസ്സിലായില്ലല്ലേ? ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അയ്യോ അയ്യോ കർത്താവേ എന്ന് നിങ്ങൾ നിലവിളിക്കുന്ന പല വിഷയങ്ങളും നിങ്ങൾക്ക് എന്തായി മാറും? ഒരു അനുഗ്രഹമായി മാറും. നിങ്ങൾ പറയും, ആ പ്രതിസന്ധി അവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്, ആ പ്രതിസന്ധി അവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആരാധിക്കാൻ കഴിഞ്ഞത്, ആ പ്രതിസന്ധി വന്നതുകൊണ്ടാണ് എനിക്ക് ദൈവത്തിലേക്ക് കൂടുതലായി അടുക്കുവാൻ കഴിഞ്ഞത്. ഞാൻ ആവർത്തിച്ച് പറയാം, ആരെയും ഒരിക്കലും പ്രതിസന്ധിക്ക് തകർക്കുവാൻ കഴിയത്തില്ല. കാര്യം, സകലത്തെയും ജയിച്ചൊരു കർത്താവ്
നമ്മളോട് കൂടെ ഇന്നു പകലുമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ മുമ്പിൽ ഇന്നു പകൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ അവിടെ നിന്ന് മാറുവാനല്ല പ്രാർത്ഥിക്കേണ്ടത്, അതിനെ ജയിക്കുവാൻ, ആ കടഭാരത്തെ ജയിക്കുവാൻ, ആ രോഗത്തെ ജയിക്കുവാൻ, ആ നിന്ദയെ ജയിക്കുവാൻ, ആ കഷ്ടതയെ ജയിക്കുവാൻ, ആ ക്ഷാമത്തെ ജയിക്കുവാൻ എൻ്റെ മേൽ കർത്താവേ അസാധാരണമായൊരു ദൈവകൃപ നീ നൽകി തരണമേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ശത്രു ഉയർത്തിയ ചില മതിലുകളെ നിങ്ങൾ ആത്മാവിൽ കീഴടക്കാൻ പോകുക. നിന്റെ ശക്തി എത്രയെന്ന്, നിന്റെ ബലം എത്രയെന്ന്, നിന്റെ അഭിഷേകം എത്രയെന്ന് ഈ ദിവസങ്ങളിൽ ശത്രു തിരിച്ചറിയാൻ പോകുക. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ചിലത് വഴിമാറിയില്ലെങ്കിലും, ചില പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ നീങ്ങിപ്പോയില്ലെങ്കിലും ഇന്നു പകൽ ഒന്ന് ഞാൻ അറിയുന്നു, എൻ്റെ ദൈവം എന്നോടുകൂടെ ഇരുന്നാൽ. അതാ എബ്രായ ബാലന്മാർ ഉറപ്പോടെ രാജാവിന്റെ മുഖത്ത് നോക്കി പറയാ, രാജാവേ, തീച്ചൂളയുടെ ചൂട് നീ 7 മടങ്ങ് വർദ്ധിച്ചാലും, അല്ല നീ തീച്ചൂളയ്ക്കകത്തേക്ക് ഞങ്ങളെ കൊണ്ടിട്ടാലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, തീരുമാനത്തിനകത്ത് ഞങ്ങൾ വ്യതിചലിക്കത്തില്ല. ഞാൻ ആവർത്തിച്ച് പറയാം, അവിടെ തീയുടെ ബലത്തെ എൻ്റെ ദൈവം കെടുത്തിയെങ്കിൽ ഈ പകൽ നീ എടുക്കുന്ന തീരുമാനത്തിന് അകത്ത് നിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന ചില പ്രശ്നത്തെ, നിന്റെ മുമ്പിൽ വാദിക്കുന്ന ചില പ്രശ്നത്തെ, നീ അതിനെ ജയിക്കത്തക്ക നിലയിൽ ഒരു അഭിഷേകത്തെ നിന്റെ മേൽ കൈമാറി നിന്റെ യാതിരുകളെ നിശ്ചയിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഇന്നു പകൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ ബലഹീനനായിരിക്കാം, ഞാൻ കഴിവില്ലാത്തവനായിരിക്കാം, പക്ഷെ ഇന്നു പകൽ ഒന്ന് ഞാൻ അറിയുന്നു, എൻ്റെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുമ്പോൾ എൻ്റെ ബലഹീനതകളിൽ തികയുന്നൊരു ദൈവശക്തി അത് എന്നിൽ വെളിപ്പെട്ടു വരും. നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ ബലഹീനത എനിക്കറിയാം, എൻ്റെ ബലഹീനത എൻ്റെ ശത്രുവിനറിയാം. പലപ്പോഴും നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ അവിശ്വാസങ്ങൾ, നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രവൃത്തി, ഇതിലെല്ലാം പലവിധ കുറവുകളുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് നീ നിന്നെ താഴ്ത്താനിടയായാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികളെ ജയിക്കുവാൻ നീ അറിയാത്ത ദൈവത്തിന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരാൻ പോകുക. ആരിന്ന് പകൽ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിക്കും.